ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് ITI ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് നമ്മുടെ പുതിയ PSCയുടെ നോട്ടിഫിക്കേഷൻസുകളിൽ ചിലത് വന്നിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് അത് ഏതൊക്കെ പോസ്റ്റുകളാണ്, കാറ്റഗറി നമ്പർ എങ്ങനെയാണ്, ആരൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഏകദേശം 5 പോസ്റ്റുകളോലാണ് ഒരു സിവിൽ കാറ്റഗറിയിൽ നമുക്ക് ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ. അപ്പോൾ ഒരുപാട് ട്രേഡ്സിലോട്ടുണ്ട്, പല ബ്രാഞ്ചുകാരെ ട്രേഡ്സിലോട്ടും വരുന്നുണ്ട്. അതിൽ സിവിൽ കഴിഞ്ഞവർക്ക് പറ്റുന്നത് 2 ജൂനിയർ ഇൻസ്ട്രക്ടറിൽ പറ്റുന്നത്. സോ നമുക്ക് ഒന്നുതാ കാറ്റഗറി നമ്പർ 651/2023 651 ആണ് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ. ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണ് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 1944 ആണ്. ജനറൽ കാറ്റഗറി. അപ്പോൾ അതിനനുസരിച്ച് റിസർവേഷൻ ഉള്ളവർക്ക് ചേഞ്ചസുകൾ ഉണ്ടാവും. എക്സാം നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള PSC കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ നവംബറിലായിരിക്കും. ഏകദേശം 10 മാസത്തോളം നമ്മൾ മുന്നിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളതാണ് SSLC ഓർ ഇറ്റ്സ് ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതിനും പറ്റും. ഇത് ബിടെക്കുകാർക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ബിടെക്കുകാർക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിച്ച പോലെ ബിടെക്കുകാർ എന്ത് ചെയ്യുക, അപ്ലൈ യൂസിങ് ഈക്വലന്റ് ഓർ ഹയർ. ഡിപ്ലോമക്ക് നേരെ അപ്ലൈ യൂസിങ് ഈക്വലന്റ് ഓർ ഹയർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇത് പ്യൂർലി ITI അല്ല. ITIയുടെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡിപ്ലോമ ലെവൽ പോസ്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിടെക് ഡിപ്ലോമ ITI 2 വർഷം, ITI ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത് വീണ്ടും ജൂനിയർ ഇൻസ്ട്രക്ടറിലെ തന്നെ വേറൊരു പോസ്റ്റാണ് ഡ്രോട്ട്സ്മാൻ സിവിൽ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ, 657/2023 657/2023. ഓക്കെ, സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്, സെയിം ഏജ് ആണ്. എക്സാമും സെപ്റ്റംബർ നവംബറിലാണ്. മിക്കവാറും രണ്ടിനും ഒരേ രീതിയിലായിരിക്കും എക്സാം വരുന്നത്, സിലബസ് വരുന്നത് സെയിം ആയിട്ടുള്ള ഒരേ രീതിയിലുള്ള ഇതാണ് പറയുന്നത്. ITI ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ ലെവൽ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമക്കാർക്കും അതിന്റെ കൂടെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ബിടെക് സിവിൽ കഴിഞ്ഞവർക്കും ഈ ഒരു പോസ്റ്റിനോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ എന്നുള്ളതിന്റെ നേരെ ബിടെക്കുകാര് അപ്ലൈ ചെയ്യുക, അപ്ലൈ യൂസിങ് ഈക്വലന്റ് ഓർ ഹയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 2 പോസ്റ്റ് ITIക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് സിവിൽ കഴിഞ്ഞവർക്കാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 പോസ്റ്റുകൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരും ITI കഴിഞ്ഞവരും. കാറ്റഗറി നമ്പർ 651/2023, അതുപോലെ കാറ്റഗറി നമ്പർ 657/2023. ഇനി 3rd പോസ്റ്റ് വരുന്നതാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, അതല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2, LSCD ടൗൺ പ്ലാനിംഗ് അല്ലെങ്കിൽ LSCD പ്ലാനിംഗ് വിങ്ങിൽ വരുന്ന ഒരു പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 682/2023. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ള SSLC ഓർ ഈക്വലന്റ് ആൻഡ് ITI എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. പക്ഷേ ഈ ITIയിലും ഡിപ്ലോമ പറയുന്നുണ്ട്. ലാസ്റ്റ് ടൈം ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസുകൾ ഒരുപാട് വരുന്നുണ്ട്. ലാസ്റ്റ് ടൈം അപ്ലൈ ചെയ്തിട്ടുള്ളവരെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഫ്രം വുമൺ പോളി എന്നുള്ള അതിന്റെ ഒരു ഈക്വലന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ബിടെക്കുകാർക്കും അതുപോലെ തന്നെ ഡിപ്ലോമക്കാർക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തോ. എക്സാംസ് വരുന്ന സമയമാകുമ്പോൾ നമ്മളെ പുതിയ ഹൈക്കോർട്ട് ഓർഡറുകളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ഇനി നിങ്ങൾ എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതുകയും ചെയ്തോ, നമുക്കതൊരു പ്രാക്ടീസ് ആവും അല്ലെ. നമുക്ക് വരാൻ പോകുന്ന എക്സാംസുകൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ആക്കി എടുക്കാം. എങ്ങനെ, നമുക്ക് റിസൾട്ട് വന്നിട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തോ. ബിടെക്കാരും ഡിപ്ലോമക്കാരൊക്കെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തോ. കാരണം ലേറ്റർ സ്റ്റേജിൽ ഒരു ഹൈക്കോർട്ട് റൂളിംഗ് ITI ലെവൽ പോസ്റ്റുകൾ ബിടെക് ഡിപ്ലോമക്കാർക്കും പറ്റുമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത ഈ ഒരു പോസ്റ്റിലോട്ട് കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ, 682/2023. അപ്പോൾ ഇതിന്റെ എക്സാം വരുന്നത് ഏകദേശം ഒക്ടോബർ ഡിസംബറിലാണ്. നമുക്ക് ഏകദേശം 11-12 അല്ലെ, 10 to 12 മാസം വരെ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സമയമുണ്ട്. അതിന്റെ ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് PSCയുടെ അല്ലെങ്കിൽ കോർട്ടിന്റെ ഒക്കെ ഓർഡർ എങ്ങനെയും വരാം അല്ലെ. നമുക്ക് എന്ത് വരാം, ഹയർ ക്വാളിഫിക്കേഷൻ ഓക്കെ ആണെന്ന് വരാം, അവർ പറ്റൂല എന്നുള്ളതൊക്കെ എങ്ങനെ സ്റ്റേ കൊടുത്ത് സുപ്രീം കോടതിയിൽ പോയിട്ടൊക്കെ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യാം, പല രീതിയിലുള്ള വിധി വാങ്ങിക്കാം. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക, എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക. ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റൂളിംഗ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഹയർ അപ്പീൽ കൊടുക്കുന്നതൊക്കെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 3ാമത്തെ പോസ്റ്റ്. ഇനി 4ാമത്തെ പോസ്റ്റ് വരുന്നതാണ്
സർവേയർ ഗ്രേഡ് 2 KW വാട്ടർ അതോറിറ്റിയിൽ കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ല രീതിയിൽ 150+ അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതാർക്ക് മാത്രമാണ് പറ്റുന്നത്? ITI സർവേയർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് ITIയിൽ സർവേയർ ബ്രാഞ്ചിലുള്ളവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ എക്സാം വരുന്നത് മെയ് ജൂലൈ സമയത്താണ്. അപ്പോൾ ITIക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ, കാരണം അവർ മാത്രമായിരിക്കും മിക്കവാറും ഈ ഒരു എക്സാമിന്, കാരണം ഇപ്പോൾ സർവേയർ എക്സാംസുകളിൽ ലാസ്റ്റ് കഴിഞ്ഞ സർവേയർ എക്സാംസുകളിലൊക്കെ ITIക്കാരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? PSC റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ITI കഴിഞ്ഞവർക്ക് നല്ലൊരു ചാൻസ് ആണ് ഈ ഒരു പോസ്റ്റ് സർവേയർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഓക്കെ, സർവേയർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. സോ ഇതിന്റെ എക്സാം വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എക്സാം വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ്. അപ്പൊ നമുക്ക് അധികം സമയമല്ല, ഒരു 5-6 മാസം മാത്രമാണ് നമ്മൾ മുന്നിൽ വരുന്നത്. ഈ ഒരു സർവേയറിന്റെ പുതിയ ബാച്ച്, ഓൺലൈൻ ബാച്ച് ഈ വരുന്ന ജനുവരി 18 സൈലന്റ് ടെക്നിക്കൽ ആരംഭിക്കുന്നുണ്ട്. ITIക്കാർക്ക് മാത്രമായിട്ടുള്ളതാണ്. ITIയിൽ പറയുന്ന നമ്മൾ നിമി ബേസ്ഡ് ആയിട്ടുള്ള മാത്രം ക്ലാസ്സുകളായിരിക്കും, അതിലുള്ള ക്വസ്റ്റൻസുകളായിരിക്കും നമ്മൾ ആ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ ഓർത്ത് വെച്ചോ, 683/2023. ഓക്കെ ആണല്ലോ. ഇനി അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ഏതാണ്, നമ്മൾ സർവേന്റെ തന്നെ എല്ലാ ട്രേഡിലും എന്താണ് സർവേ പഠിച്ചവർക്ക് മാത്രം. അതുപോലെ പ്രീവിയസ് പോസ്റ്റുകളിലും ഇത് ഈ ഒരു പ്രീവിയസ് പോസ്റ്റുകളിലും ITI അല്ലെങ്കിൽ ITC NAC സർവേയർമാർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലോട്ട് PSC എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ITIക്കാർക്ക് മാത്രം പറ്റുന്നതാണ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് വർക്ക് സൂപ്രണ്ടന്റ് പോസ്റ്റ്. ഇതും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ കാറ്റഗറി നമ്പർ 713/2023 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ജനറൽ നോട്ടിഫിക്കേഷനിലായിരിക്കും, ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ PSCയിൽ കയറി നോട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ജനറൽ ആയിരിക്കില്ല നിങ്ങളത് കാണുന്നത്, ഡിസ്ട്രിക്ട് വൈസ് ജനറൽ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിൽ കയറി നോക്കാം. ഇത്രയും ജില്ലകളിലോട്ടാണ് അത് വന്നിട്ടുള്ളത്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 1836 ആണ്. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC, അതുപോലെ ITI ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി നമ്മൾ അപ്ലൈ എന്ന് കൊടുക്കുന്ന സമയത്ത് മെക്കാനിക്കൽ സിവിൽ ഇവർ രണ്ടുപേരും ബിടെക് കഴിഞ്ഞവർക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്ലൈ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിന് കാരണം ഡിപ്ലോമ ഇതിന്റെ ഒരു ഈക്വലന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, ബിടെക്കാർക്കും എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഇത് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിപ്ലോമ. അപ്പൊ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷനിൽ പറയുന്നതാണ്. ലാസ്റ്റ് ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അതിന്റെ ഈക്വലന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഈക്വലന്റ് കൊടുത്തിട്ട് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഈക്വലന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ബിടെക് മെക്കാനിക്കൽ, ബിടെക് സിവിൽ, അതുപോലെ ഡിപ്ലോമ മെക്കാനിക്കൽ, ഡിപ്ലോമ സിവിലുകാർക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. വർക്ക് സൂപ്രണ്ട് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കുക, 713/2023. ഇതിന്റെ എക്സാം വരുന്നത് ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബറിലായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു നമ്മുടെ മുന്നിൽ 6-7 മാസമുണ്ട്. നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ ഒരു വരുന്ന ഈ ജനുവരി 5 തുടങ്ങുന്ന ഓവർസിയർ ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ വരുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യണം, ലൈവ് ബാച്ചിൽ. അപ്പോൾ ഇത്രയും എക്സാംസുകളാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്കിപ്പോൾ ഈ ഒരു 5 പോസ്റ്റുകളിലോട്ടാണ് ഈ വന്നിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ സിവിൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഒരു പോസ്റ്റ് മാത്രമാണ് പ്രത്യേകം ITIക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള സർവേയർ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് ഡിപ്ലോമ അതുപോലെ ബിടെക്കുകാർക്കും ITIക്കാരുടെ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും അപ്ലൈ ചെയ്യുക. എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സാമും എഴുതുക. കാരണം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്, എക്സാമും എഴുതുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് വരുന്ന റൂളിങ്ങുകളും ഓർഡറുകൾക്കും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. അപ്പോൾ നമ്മുടെ ബാച്ചുകൾ ഇതാണ്. ഞാൻ പറഞ്ഞു ഓവർസിയറിന്റെ ഒരു ലൈവ് ബാച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാംസുകൾ മാത്രമല്ല, അപ്പോൾ ഡിപ്ലോമ ലെവലിൽ വരുന്ന PWD ഗ്രേഡ് 1, 2 ഒക്കെ നമ്മൾ ഈ ഒരു വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ LSTD 1, 2, PWD 1, 2, 3 ഈ ഒരു എക്സാംസുകളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാൽ 2025-26 നമ്മൾ വാട്ടർ അതോറിറ്റി തന്നെ ഗ്രേഡ് 1, 2 ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേഡ് 2 ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാംസുകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജനുവരി 5 തുടങ്ങുന്ന നമ്മൾ ആദ്യത്തെ 200 പേർക്ക് അത് ഓൾമോസ്റ്റ് ഫില്ലാവാനായിട്ടുണ്ട്. 3,999 മാത്രമാണ് ഫീസ് വരുന്നത്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന AE എക്സാംസുകൾ, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, SSC ജൂനിയർ എഞ്ചിനീയർ, ISRO, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് PSUകൾ അവരുടേതായിട്ടുള്ള എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതുപോലെ ബിടെക് ലെവൽ വരുന്ന അല്ലെങ്കിൽ SSC JEE, RRB JEE പോലുള്ള എക്സാംസുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഓൺലൈൻ ബാച്ച് ആണ്. ഫീസ് വരുന്നത് 12,999 ആണ്. അതും ആദ്യത്തെ 200 സ്റ്റുഡൻസിനാണ്. അത് കഴിഞ്ഞ ഫീസ് കൂടും. കംപ്ലീറ്റ്ലി
ലൈവ് ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞ 2 ബാച്ചിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാംസുകൾക്കൊക്കെ ഓൺലൈൻ ആയിട്ടാണ് കോഴ്സുകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകൾ സൈലം ആപ്പിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. അതിന്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ ബാച്ചുകളും കേരളത്തിലെ പല ജില്ലകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതിന്റെ തന്നെ താഴെ കമന്റുകളിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമും അതുപോലെ ആപ്പ് ലിങ്കുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറയാം. നമ്മൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലോട്ട് മാറ്റി വെക്കരുത്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വിട്ടുപോകാം. നമ്മളൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ് അല്ലേ, പല കാര്യങ്ങൾ കൊണ്ട് തിരക്കുള്ളവരാണ്, നമുക്ക് വേറെ ഇഷ്യൂസുകൾ വരാം. അപ്പോൾ അതുകൊണ്ട് നീട്ടി വെക്കാതെ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് ഈ പറയുന്ന എക്സാംസുകൾക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളെ ക്വാളിഫിക്കേഷൻ നോക്കണ്ട, എല്ലാത്തിനും അപ്ലൈ ചെയ്തോ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ എക്സാം വരുന്നിടത്ത് വെച്ചിട്ട് കാണാം. ഓക്കെ ആണോ? അപ്പോൾ അതുപോലെ ഈ വീഡിയോ എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ഷെയർ ചെയ്യുക. ആരും എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ജോലി കിട്ടാതെ പോകരുത്. ഓക്കെ, താങ്ക് യു.